ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശ് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കും നയനയ്ക്കും ഇപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ ആയില്ലേന്ന്. ഓക്കെ ആയി ഡോക്ടർ, ഇപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറയും. അമ്മായിയമ്മ മരുമോളെ മനസ്സിലാക്കി സ്നേഹിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കും. അത് മാത്രം അങ്ങനെ ആയിട്ടില്ല എന്ന് പറയും. ജയൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു കേട്ടോ, അപ്പോൾ പറഞ്ഞിരുന്നു അമ്മായിയമ്മ പോയി മരുമോളെ വിളിച്ചുകൊണ്ട് വന്നെന്ന്. അത് മാത്രമാണ് ഡോക്ടർ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം. അവളെ അമ്മ ചെന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. പിന്നെ അമ്മയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, അല്ലെങ്കിലും വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണോ എല്ലാവരുടെയും സ്വഭാവത്തിലൊക്കെ മാറ്റമൊക്കെ വരുന്നത്. തന്നെ ഒന്നുമല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്ന ആ സമയത്താണ്. അന്നേരം ഒട്ടുമിക്ക ആൾക്കാരും നല്ല സ്വഭാവത്തിലേക്കൊക്കെ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോക്ടറെ, ഞാൻ വന്നതിന് കാരണം ഒരു കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ നയനയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നയന ഓക്കെ അല്ലേന്ന്. അതല്ല ഡോക്ടർ, അവളും ഞാനും കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു ജീവിതമൊന്നും ആരംഭിച്ചിട്ടില്ലെന്ന് പറയും. അതെന്താ അങ്ങനെ, ഇത്ര നാളായിട്ടും എന്താ അങ്ങനെ ഒരു ജീവിതമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പറയും, ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ളൊരു ജീവിതം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഡോക്ടർ. അത് പല കാരണങ്ങൾ കൊണ്ടും മാറി പോയതാണെന്ന് പറയും. അതിന് നയനയുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയാണെന്ന് പറയും. അപ്പം ഡോക്ടർ പറയും, അതിനെന്താ, നയന 100% ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളൊരു യാത്ര പോകും, കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലതെന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, എൻ്റെയും നയനയുടെയും ഒരു കുഞ്ഞിനെ കാണണമെന്നാണ് വീട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നത്, അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് പറയും. എന്തായാലും ഇനി അതൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആയിട്ട് പോയിട്ട് വരാനായിട്ട് ഡോക്ടർ ആശംസിച്ച് വിടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ആദർശ് പൂക്കടയിൽ വന്ന് നയനയ്ക്ക് 5 മുഴം പൂവൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കാരി ചോദിക്കുന്നുണ്ട്, വൈഫിനെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ എന്ന്. വൈഫ് കുറച്ച് ദിവസം വീട്ടിലായിരുന്നു പറയുന്നുണ്ട്. എന്താ വൈഫിന് വിശേഷം വല്ലതും ഉണ്ടോ സാറ് അച്ഛനാകാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഇതുവരെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് പൈസയൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് മുല്ലപ്പൂവായിട്ട് വരും. ആദർശ് വീട്ടിൽ വരുമ്പോഴത്തേനും നയന സിറ്റ് ഔട്ട് ഇരുന്ന് എന്തോ മാസിക കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദർശ് ആ പൂവായിട്ട് ചെല്ലുമ്പോഴത്തേന് നയന ചോദിക്കും, ഇതെന്താ മുല്ലപ്പൂ ഒക്കെ ആണോന്ന്. അതെ മുല്ലപ്പൂ. എന്തിനാ ഇപ്പം മുല്ലപ്പൂ മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്തായാലും ഇച്ചിരി മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചതാണെന്ന് പറഞ്ഞ് നയനയോട് പറയും, നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഞാനിപ്പം വെച്ച് തരാമെന്ന്. ഇപ്പം വെച്ച് തരണ്ട, ഇനി ഞാനത് റൂമിൽ ചെല്ലുമ്പം വെച്ചോളാം, ഇനി അതിൻ്റെ പേരിലാവും ഇവിടെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് വേണ്ടാന്ന് പറയും. അതിനെന്താ, ഞാൻ എൻ്റെ ഭാര്യയുടെ തലയിലല്ലേ മുല്ലപ്പൂ ചൂടിക്കുന്നെന്ന് പറഞ്ഞ് അത് നയനയെ പിടിച്ചു നിർത്തി തലയിൽ ചൂടിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമികയ്ക്ക് അത് കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഇയാൾക്ക് എന്നാ വട്ടുണ്ടോ, മുല്ലപ്പൂ ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഭാര്യയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നത്, എന്നെ കാണിക്കാനായിട്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട്. മുല്ലപ്പൂ ചൂടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ആദർശ് പറയും, എന്നാൽ നിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെന്ന്. അത് ആദർശേട്ടാ, മുല്ലപ്പൂ എൻ്റെ തലമുടിയുടെ പുറയിലല്ലേ കിടക്കുന്നത്, പിന്നെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത് ചോദിക്കും. അത് സാരമില്ല, നീ ആ മുല്ലപ്പൂവും മുടിയെല്ലാം കൂടെ ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ ഇടിയിച്ചിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ ഇനി നമുക്ക് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് സെൽഫി എടുക്കും. അന്നേരം അനാമിക ഓർക്കുന്നുണ്ട്, ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനായി ഇയാൾ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നതെന്ന്. ഇന്ന് ആദർശേട്ട സന്തോഷത്തിലാണല്ലോ എന്ന് നയന ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ സന്തോഷത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും നിന്നെ വിളിച്ചുകൊണ്ട് വന്നല്ലോ, ആ കാര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ സന്തോഷമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നയനയും ചേർത്ത് പിടിച്ച് ആദർശ് അകത്തേക്ക് പോകുന്നുണ്ട്. ജാനകി ദേവയാനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദർശ് മോളെ കാണിക്കാൻ വേണ്ടി നയനയുടെ തലയിൽ പൂവൊക്കെ വെച്ച് കൊടുത്തു, ഇതെല്ലാം മനഃപൂർവ്വം നയന ചെയ്യിക്കുന്നതാണ്. അനിയാണെങ്കിൽ അനാമികയ്ക്ക് അതൊന്നും വെച്ച് കൊടുക്കുന്നില്ലല്ലോ, അതിനുവേണ്ടി അവളെ സങ്കടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നയന ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതൊക്കെ പറയുമ്പോൾ ദേവയാനിയൊന്നും മിണ്ടുന്നില്ല. അവനിപ്പോൾ അവൻ്റെ ജീവിതം മാത്രമേ ഓർമ്മയുള്ളൂ, അല്ലെങ്കിൽ അവനിപ്പം നാനിയുടെ ജീവിതം കൂടെ നന്നാകാനായിട്ടൊക്കെ അവനെ ഒന്ന് ഉപദേശിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയും, അവൻ എന്തായാലും അവൻ്റെ ജീവിതം പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അനിയുടെ ജീവിതത്തിന്, അതുകൊണ്ട് അവൻ്റെ ജീവിതം നശിച്ച് കാണാൻ ഒരിക്കലും ആദർശ് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയും. ആ സമയത്ത് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ പറഞ്ഞതാ ശരി, ശരിക്കും ഇപ്പം ആദർശേട്ടന് നയനെ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ, വേറെ ആരോടും ഒരു സ്നേഹമൊന്നുമില്ല എന്നൊക്കെ
എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എങ്ങനെ വെച്ചാൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്ത് പറഞ്ഞു ഡോക്ടറെന്ന്. മുത്തശ്ശനപ്പം പറയുന്നുണ്ട്, ഈ വലിയ കുറവൊന്നുമില്ല, അതുപോലൊക്കെ തന്നെ അസുഖം നിൽക്കുന്നു എന്ന്. അത് കേൾക്കുമ്പം ദേവയാനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. അന്നേരമാണ് മുത്തശ്ശി അനാമികയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കും, എന്താ മോളുടെ മുഖം വാടിയിരിക്കുന്നതെന്ന്. ജാനകി ഉടനെ പറയും, ആദർശ് നയനയുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് മോൾക്ക് സങ്കടം വന്നതാ, മോളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നയന ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ പറഞ്ഞ് നയനെ കുറ്റം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശന് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയും, മോക്ക് പൂ വെക്കാൻ ആഗ്രഹമാണെങ്കിൽ അനിയോട് പറയണം കുറച്ച് പൂ മേടിച്ച് തലയിൽ വെച്ച് തരാൻ എന്ന് പറയുന്ന ഉടനെ അനാമിക പറയും, അതവൻ ചെയ്യത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആദർശിനോടും നയനയോടും എൻ്റെ റൂമിലേക്ക് വാ എന്ന് പറയാൻ മുത്തശ്ശിയെ പറഞ്ഞേൽപ്പിച്ചേച്ച് മുത്തശ്ശൻ അങ്ങ് പോകുന്നുണ്ട്. മുത്തശ്ശനും പോയി കഴിയുമ്പോഴത്തേന് ജാനകി പറയും, എന്തായാലും ആദർശിനെയും നയനെയും അച്ഛനും അമ്മയും നന്നായിട്ട് വഴക്ക് പറഞ്ഞോളും, അച്ഛൻ പറഞ്ഞാൽ മാത്രമേ ഇപ്പം ഇവിടെ എന്തെങ്കിലും കേൾക്കത്തുള്ളൂ ആദർശ്, അല്ല നേരത്തെ ആയിരുന്നെങ്കിൽ ഏട്ടത്തിയോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇപ്പോൾ ഏട്ടത്തി എന്ത് പറഞ്ഞാലും അനങ്ങുന്നേ ഇല്ല, എല്ലാം മാറിപ്പോയി എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയും, എനിക്ക് ഇനി അങ്ങനെ പഴയ ദേവയാനിയൊന്നും ആകാൻ പറ്റില്ല, ആരോടും അത്ര ദേഷ്യപ്പെടാനൊന്നും പറ്റുന്നില്ല, ഒരു വലിയ അസുഖത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അനാമികയ്ക്കും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ജാനകിയും അനാമികയും നയനെ കുറ്റം പറയുമ്പോൾ ഒക്കെ ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ മരുമോളെ തള്ളിക്കളയത്തില്ല, അവൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, പണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അങ്ങ് വിശ്വസിച്ചേനം, ഇനിയിപ്പോൾ എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലോർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ അടുത്തേക്ക് മുത്തശ്ശി ആദർശിനെയും നയനെയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ദേ നിൽക്കുന്ന രണ്ടുപേരും എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഉടനെ മുത്തശ്ശൻ ചോദിക്കും, ഇങ്ങനെ പൂവൊക്കെ ചൂടി നടന്നാൽ മതിയോ രണ്ടുപേർക്കും, ഇനിയും ജീവിതമൊക്കെ തുടങ്ങണ്ടേന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. നിങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിച്ചതല്ലേ, ആ ഹണിമൂൺ യാത്ര വീണ്ടും തുടങ്ങണം, അതിനുവേണ്ടി ആകണം ഇനിയുള്ള ദിവസങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എനിക്ക് ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട് മുത്തശ്ശ, പക്ഷേ അമ്മ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്ത കാരണമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തെന്ന് പറയും. എന്തൊക്കെയായാലും നീ ഇങ്ങനെ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദേവയാനിയോടൊന്ന് പറ, ദേവയാനി സമ്മതിക്കാതിരിക്കത്തില്ലായിരിക്കും, പിന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളത് സമ്മതിപ്പിച്ചോളാം എന്ന് പറയും. പിന്നെ മോക്ക് യാത്രയൊക്കെ പോകുന്നതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയും, കണ്ടോ മോള് ചിരിക്കുന്ന കണ്ടോ, മോൾക്ക് യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മോനെ നീ എത്രയും പെട്ടെന്ന് മോളെയും കൊണ്ട് ഒരു യാത്രയൊക്കെ പോകണം കേട്ടോ എന്ന് പറയും. എന്നാൽ ഞാൻ ചെന്ന് അമ്മയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ആദർശ് ദേവയാനിയുടെ മുറിയിലേക്ക് വെല്ലും. ദേവയാനി അപ്പം സ്വർണ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നൊക്കെയുണ്ട്, എന്നിട്ടൊരു വളയൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അത് ദേവയാനി നയനയ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് തോന്നുന്നു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശകത്തേക്ക് എന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ ദേവയാനി പെട്ടെന്ന് ചിരിയൊക്കെ മാറ്റി ഗൗരവത്തിൽ എഴുന്നേറ്റ് നിൽക്കും. എന്താ നീ വന്നെന്ന് ചോദിക്കും. അതല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, മുത്തശ്ശിയും പറഞ്ഞിട്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ദേവയാനി ചോദിക്കും, എന്ത് കാര്യം നീ പറയുന്നേ, അവിടെ ഇവിടെയും തൊടാതൊക്കെ സംസാരിച്ച് ഞാൻ എങ്ങനെയാണ് കാര്യം മനസ്സിലാക്കുന്നത് ചോദിക്കും. അതല്ല, മുത്തശ്ശിയും പറഞ്ഞു നയനെയും കൊണ്ട് ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞു, അല്ല എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ പിന്നെ നീ പോകേണ്ടെന്ന്. അതല്ല അമ്മേ, അങ്ങനല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ആദർശ് തപ്പിത്തടഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്നാളൊരു യാത്ര നിങ്ങൾ പോകാൻ തീരുമാനിച്ചതല്ലേ, അത് ഞാനായിട്ട് മുടക്കി എന്ന് പറയും. അത് ശരിയാണമ്മേ, അന്നല്ലേ അമ്മ ആശുപത്രിയിലായെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ദേവയാനി പറയും, അതല്ല, ഞാൻ നിങ്ങളോട് വ്രതമെടുത്ത് മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അത് മാറിപ്പോയത്, അതുകൊണ്ട് ഇനി എന്തായാലും നീ അവളെയും കൂട്ടിക്കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ യാത്ര പൊക്കോളാൻ പറയും. ആദർശിന് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയും, പിന്നെ ദൂരെ യാത്രയ്ക്കൊന്നും പോകണ്ട, പിന്നെ ഹണിമൂണൊക്കെയാന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് പോകുന്ന സമയത്ത് ഡ്രൈവിംഗ് ഒക്കെ പ്രശ്നമാകും, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോകണം, ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് എന്നെ വിളിക്കുകയും വേണം, രാവിലെ തന്നെ പൊക്കൂ, രാവിലെ ആകുമ്പം ട്രാഫിക്കൊന്നും ഇല്ലായിരിക്കുമല്ലോ, വെളുപ്പിനെ പുറപ്പെട്ടോണം, ചെല്ലുന്നിടത്ത് വെച്ച് എന്നെ വിളിക്കാൻ മറക്കണ്ട, സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ വീണ്ടും ദേവയാനി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും അത് സന്തോഷത്തോടെ കേട്ട് ആദർശ് പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ദേവയാനി ആദ്യം ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കും, പിന്നെ ഓർക്കുന്ന നയനയ്ക്ക് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണോ എന്നിങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.